ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ഒരു ഒഴിവു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് ഡിസ്കഷന് ശേഷം ഞങ്ങൾ ഇന്നൊരു പിക്നിക് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ എന്ത് കഴിക്കാമെന്നുള്ള ദീർഘചിന്തയിലാണ് കേട്ടോ ഞാൻ. അവസാനം ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റായ നെല്ലെ കരുപ്പട്ടിയിലേക്ക് എന്നെ വെച്ചു പിടിച്ചു. പോകുന്ന വഴിയുള്ള അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇപ്പം നല്ല അടിപൊളി വെതറാണ്, അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. തുടക്കം തന്നെ ഇവരുടെ സ്പെഷ്യലായ കറുപ്പട്ടി കോഫിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മെതുവട വന്നു, മസാല ദോശ വന്നു. അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. ഇവിടെ വന്നാൽ നല്ല അടിപൊളി മൈസൂർ മസാല ദോശ കിട്ടും കേട്ടോ. പക്ഷേ രാവിലെ എന്താ അറിയില്ല, അത് അവൈലബിൾ ആയിരുന്നില്ല. പൊങ്കലൊക്കെ അല്ലേ, അതിൻ്റെ ഡെക്കോറൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം അതൊക്കെ നോക്കി രുദ്രയ്ക്കും കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ മുന്നേക്കെ സ്ഥിരമായിട്ട് പോയിരുന്ന ബീച്ച് ഉമ്മൽ ക്വീൻ കൈറ്റ് ബീച്ച് സെൻറ്റർ ആയിരുന്നു. ഇപ്പോൾ അവിടേക്ക് കാല് കുത്താൻ സ്ഥലമില്ല, അത്രയും ആളുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൊക്കേഷനൊന്നും നമ്മൾ മാറ്റി പിടിച്ചു. കുറച്ചധികം ദൂരെ ഡിബയിലാണ് നമ്മളിപ്പോൾ ബീച്ചിലേക്ക് പോവാറുള്ളത്. ഇവിടുത്തെ ഡിബ ബീച്ച് പാർക്ക് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായ തിരക്കൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒമാനിലേക്കുള്ള ബോർഡർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് ദൂരേക്കൊക്കെ നല്ല സീനിക് ആയിട്ടുള്ള പ്ലേസൊക്കെ കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഈ ഡിബ. ബീച്ചിലേക്ക് വെറും കൈ ആയിട്ടും നല്ലട്ടോ വന്നിരിക്കണേ. അവന് കളിക്കാനുള്ള സകല സാമഗ്രികളും കൊണ്ടിട്ടാണ് വന്നിരിക്കണത്. അവനാണെങ്കിൽ ഈ മണ്ണൊക്കെ കോരി കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അടുത്താണ് അതിനോടുള്ള ഇഷ്ടം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചു നേരം അവൻ്റെ കൂടെ അവൻ്റേതായ രീതിയിലുള്ള കളികളിലൊക്കെ ഞങ്ങളും ഏർപ്പെട്ടു. പിന്നെ സത്യം പറഞ്ഞാൽ ഈ കുഴി കുത്തിയൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അവനേക്കാൾ കുട്ടിയായോ എന്നൊരു സംശയം പോലും എനിക്ക് തോന്നായില്ല കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ തിരമാലയുടെ ശക്തിക്ക് കൂടി വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് മെല്ലെ സ്ഥലം കാലിയാക്കിയത്. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഷോപ്പിംഗ് കൂടി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഡിബയിൽ നിന്ന്. പോരാത്തതിന് ട്രാഫിക് കൂടി വന്നാൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുവിധം എല്ലായിടത്തും ഈ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കിട്ടും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകുന്ന വഴിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ, ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ. ഒരു ക്യൂരിയോസിറ്റിക്ക് പുളിയുള്ള ഓറഞ്ച് ആണോ എന്ന് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചാണ്, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവുമെന്നാണ്. കുടിച്ചു നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് രാവിലെ ഒരു 10-10:30 കേട്ടോ നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഡിബയിലേക്ക് എത്താനുള്ള ദൂരവും പിന്നെ ബീച്ചിൽ നമ്മൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ സമയം. എന്താ പറയുക, ഈ ഗോൾഡൻ അവേഴ്സ് ഓഫ് ദി ഡേ എന്ന് പറയില്ലേ, ഈ രാവിലെ സൺറൈസ് കഴിഞ്ഞുള്ള 1 മണിക്കൂറും വൈകുന്നേരം സൺസെറ്റിന് മുന്നേ ഉള്ള 1 മണിക്കൂറും, അതാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് എൻ്റെ ചെറിയൊരു അറിവ്. അപ്പോൾ ദേ ആ ഒരു അവറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രകൃതിയുടെ ഒരു മാജിക് അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.